ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതി ഓരോരുത്തരെയായിട്ട് ഓരോ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് ബുദ്ധിപരമായിട്ട് തന്നെ മാറ്റി നിർത്തുക കേട്ടോ. അവിടെ നിന്നും കൊണ്ട് അവസാനം നമ്മുടെ ബിരിയാണിക്കാരുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഹലോ, ഇനി നിങ്ങൾ സമാധാനമായിട്ട് നിങ്ങളുടെ സഹോദരിയുടെ മോൻ്റെയും മരുമകളുടെയും കൂടെ ഫോട്ടോ എടുക്കുകയോ സന്തോഷിക്കുകയോ ഉല്ലസിക്കുകയോ എന്ത് വേണോ ചെയ്തോ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? എല്ലാവരെയും ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആണോ? ആരും തിരിച്ചു വരൂലല്ലോ അല്ലേ? ആരും വരൂല. ഞാൻ എല്ലാവരെയും നല്ല രീതിയിൽ തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. നിങ്ങൾക്കിനി സ്വൈര്യമായിട്ട് ഇവിടെ നിൽക്കാം. അപ്പം തന്നെ ബിരിയാണിക്ക പറയാണ്, എടി ശ്രുതി, നീ ആൾ കൊള്ളാമല്ലോ, നീ ഭയങ്കര വെടിക്കുകയും ബുദ്ധിയുള്ളവളും തന്നെയാണ് കേട്ടോ. എത്ര കാലം നീ ഈ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു നിൽക്കും? അപ്പോൾ ശ്രുതി പറയാം, ഓ, എൻ്റെ ജീവിതം എനിക്ക് നിലനിർത്തിയല്ലേ പറ്റുള്ളൂ. അതിനു വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യണം. പിന്നെ ഇതിൽ ഏറ്റവും ബുദ്ധിമതി ഞാനല്ല കേട്ടോ, നിങ്ങൾ തന്നെയാണ്. ഞാനോ? അതെ, നിങ്ങളങ്ങ് അഭിനയിച്ച് തകർത്തല്ലോ. അപ്പോൾ നിങ്ങളല്ലേ ഏറ്റവും വലിയ ബുദ്ധിമാൻ. പക്ഷേ നിൻ്റെ വീട്ടിലുള്ള എല്ലാം മണ്ടന്മാരാ. അതുകൊണ്ടാണ് നീ ബുദ്ധിമതി ആയത്. ഇല്ലെങ്കിലേ നീ അങ്ങനെ ബുദ്ധിമതിയൊന്നും ആവില്ല എന്ന് വീരാനിക്ക പറയാട്ടോ. അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? പിന്നല്ലാതെ നീ പറയുന്ന ഈ മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും കള്ളത്തരങ്ങളൊക്കെ വിശ്വസിച്ച് നിൽക്കുന്ന അവരെയല്ലേ മണ്ടന്മാരല്ലേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളതിലും വലിയ മണ്ടനല്ലേ എന്നൊക്കെ ഇങ്ങനെ പരസ്പരം കുറ്റപ്പെടുത്താനാണ് കേട്ടോ. എന്നിട്ട് ശ്രുതിയോട് താഴ്മയോട് അപേക്ഷിക്കുന്നുണ്ട്, എൻ്റെ മോളെ ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളും കള്ളം പറിച്ചിലൊക്കെ ദയവ് ചെയ്ത് നിർത്ത്. എന്നിട്ട് എന്നെ ഒന്ന് ഫ്രീ ആക്ക്. എനിക്ക് വയ്യ ഇങ്ങനെ കള്ളവും കാപ്പട്ടിയും കൊണ്ട് നടക്കാൻ. അങ്ങനെ ഒരാളുമല്ല. അഭിനയ മോഹം കൊണ്ട് ഞാനിതിൽ വന്ന് പെട്ടുപോയതാണ്. ഈശ്വര, ദയവ് ചെയ്ത് എന്നെ ഇതിന്ന് വിട്ട് നിർത്തണം. അങ്ങനെ നിങ്ങളെ പെട്ടെന്നൊന്നും വിടാനൊന്നും പറ്റത്തില്ല. കാരണം എൻ്റെ ഇളയച്ചനായിട്ടാണ് നിങ്ങൾ അഭിനയിച്ചിരിക്കുന്നത്. ഇനി ജീവിതകാലം മുഴുവനും നിങ്ങൾക്കിത് തുടർന്ന് പോവേണ്ടി വരും. പറ്റില്ല, എന്നെ കൊണ്ടെന്നെ സാധിക്കില്ല. അങ്ങനെ സാധിക്കില്ല എന്ന് പറഞ്ഞാലേ ശരിയാവില്ല. ഇത് വല്ലതും അവിടെ ആരെങ്കിലും അറിഞ്ഞാൽ സച്ചിൻ നിങ്ങളെ പോരിക്കും. അത് വേണോ? അതിനേക്കാൾ നല്ലത് ഇതിങ്ങനെ അങ്ങ് തുടർന്ന് പോകുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അവസാനം വീരാനിക്ക പറയാം, എന്തെങ്കിലും ഒരു ദിവസം പിടിക്കപ്പെടുമ്പോഴല്ലേ അപ്പോഴാലോചിക്കാം. ഇപ്പം നിങ്ങളായിട്ട് ആരോടും ഒന്നും പറയാൻ നിൽക്കേണ്ടെന്ന് പറയാം കേട്ടോ. എന്നിട്ട് ശ്രുതി ഒരു ഓട്ടോ പിടിച്ച് നേരെ പോവാൻ വേണ്ടി നിൽക്കുകയാണ്. ആ സമയത്താണെങ്കിൽ പെണ്ണും ചെറുക്കനും മണ്ഡപത്തിൽ നിന്ന് പോവാറായി. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ വാങ്ങണം. ആ സമയത്താണ് സച്ചിയും രേവതിയും കാണുന്നില്ല. അപ്പം മാളു പറയാണ്, സച്ചിയേട്ടനും രേവതി ചേച്ചിയും കാരണമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കല്യാണം നടക്കാൻ പറ്റിയത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഒളിച്ചോടി പോയി വിവാഹം കഴിച്ചു എന്നുള്ളൊരു പേര് ദോഷം എൻ്റെ അച്ഛനും അമ്മയ്ക്കും ജീവിതകാലം മുഴുവനും വരും. അപ്പോൾ എൻ്റെ ആ സച്ചിയേട്ടനും രേവതി ചേച്ചിയുടെയും കാലത്തൊട്ട് അനുഗ്രഹം വാങ്ങണം. എന്നിട്ടേ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുള്ളൂ. അവരെ നോക്കുമ്പോൾ അവരെ കാണുന്നില്ല കേട്ടോ. കാരണം രേവതി വിളിച്ചുകൊണ്ട് പോയില്ലേ സച്ചിനെ. അവസാനം അശോകനാണെങ്കിൽ സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ്. അപ്പം സച്ചി പറഞ്ഞിട്ട്, അതെ അങ്കിളെ, ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എനിക്ക് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. രേവതിക്കും ഒരു ഹാരം കെട്ടിക്കൊടുക്കാനൊക്കെ ഉണ്ട്. എന്നാലും നീ ഒരു വാക്ക് പറയാതെ പോയല്ലോ സച്ചി. നീ എന്തിനാ അങ്ങനെ പോയത്? അല്ല, അത് പറയാൻ നിങ്ങളൊക്കെ തിരക്കിലല്ലേ, അതുകൊണ്ടാണ്. എന്നാൽ ഒരു കാര്യം ചെയ്യ്, ഇവിടെ മാളുവും ചെറുക്കനെ ഇറങ്ങാൻ നിൽക്കുന്നു. മാളുവിന് നിങ്ങളുടെ കാല് തൊട്ട് തൊഴുതിട്ട് അവൾ ഇറങ്ങുള്ളൂ എന്ന് വാശിയാണ്. അതുകൊണ്ട് നിങ്ങൾ വന്ന് അവൾക്ക് ഒരു അനുഗ്രഹം കൊടുത്തിട്ട് പൊക്കോ. ഇനി അത് കുഴപ്പമില്ല. അതിപ്പോൾ അവളുടെ കൂടെ നമ്മുടെ അനുഗ്രഹമൊക്കെ ഉണ്ടല്ലോ അങ്ങളെ. ഉണ്ട്, പക്ഷെ അവളത് സമ്മതിക്കുന്നില്ല. അപ്പം തന്നെ ശരിയെന്ന് പറഞ്ഞിട്ട് രേവതി പറയാം, മാള് നമ്മളെ കുട്ടിയല്ലേ, നമുക്ക് തിരിച്ച് പോയി അവൾക്ക് യാത്ര അയച്ചിട്ട് നമുക്ക് പോവാം എന്നും പറഞ്ഞ് തിരിച്ച് വരുവാട്ടോ അവർ. ഈ സമയത്ത് ഇവർ കാറിൽ തിരിച്ചകത്തേക്ക് കയറുന്നതും ശ്രുതി ഓട്ടോ പിടിച്ച് തിരിച്ച് അവിടുന്ന് ഇറങ്ങുകയാണ്. എല്ലാം പക്കായായി ക്ലിയറായി എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് കേട്ടോ. അവിടെ നമ്മളെ ബീരാനിക്കയാണെങ്കിലോ അവിടെ എല്ലാവരും ഓടിച്ചെന്ന് എല്ലാവരോടും സംസാരിക്കാനും എടുക്കാനൊക്കെ തുടങ്ങിയിട്ടോ. അവിടെ ഇപ്പം പ്രശ്നക്കാരായിട്ട് ആരും ഇല്ലല്ലോ. ആ സമയത്താണ് സച്ചിൻ രേവതിയും കൂടെ അങ്ങോട്ട് വരുന്നത്. അപ്പോൾ പെണ്ണിൻ്റെ ചെറുക്കൻ്റെ അമ്മയച്ഛനും കൂടെ പറയുന്നുണ്ട്, അതെ, നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ അമ്മാവനുണ്ട്. ഓ, അമ്മാവനെ ഈ കല്യാണ മണ്ഡപത്തിലേ കണ്ടിട്ടില്ല. തിരക്ക്. ഇന്ന് എന്തായാലും എല്ലാവരും നിന്ന് ഫോട്ടോ എടുത്തിട്ടേ പോകാവൂ. സച്ചിൻ രേവതിയും വന്നേ, നിങ്ങളും എൻ്റെ അളിയനെ കണ്ടിട്ടേ പോകാവൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ശരിയെന്നെല്ലാം പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് മാളുവിന് അനുഗ്രഹമൊക്കെ കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് ബിരിയാണിക്കയുടെ കാലിൽ തൊട്ട് തൊഴാൻ വേണ്ടിയിട്ട് പെണ്ണും ചെറുക്കനെ വന്നിട്ടുണ്ട്. അവർക്ക് അനുഗ്രഹമൊക്കെ കൊടുത്തിട്ട് തല നോക്കണമെന്ന് തൊട്ട് ഫ്രണ്ടിൽ സച്ചിൻ രേവതി കണ്ട പാടെ അയാൾ പേടിച്ച് വിറയ്ക്കാട്ടോ. അങ്ങനെ ചെക്കൻ്റെ അച്ഛൻ വന്ന് പറയും, ഇതാണ് ആള്, ഞങ്ങൾ പറഞ്ഞ അമ്മാവൻ, കണ്ടോ,
ഇയാൾ എത്ര നല്ല മനുഷ്യനെന്നറിയോ, തങ്കപ്പെട്ട മനുഷ്യനാ എന്നൊക്കെ പറഞ്ഞങ്ങ് പൊക്കി പറയാം കേട്ടോ ശരിക്കും. അപ്പോൾ സച്ചിൻ രേവതിയും കൂടെ അന്തം വിട്ട് നോക്കട്ടോ, ഇത് ശ്രുതിയുടെ അമ്മാവനല്ല ഇളയച്ചനല്ലേ ഈ വന്ന് നിൽക്കുന്നത്, അയാൾ എന്താ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് അവർ അന്തം വിട്ട് നിൽക്കുക കേട്ടോ. അപ്പോഴാണ് ഇവരങ്ങോട്ട് പരിചയപ്പെടുത്താൻ തുടങ്ങുന്നത്. ഇതാണ് ആൾ, ഭയങ്കര സിനിമ മോഹൻ നാടകത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, നല്ലപോലെ അഭിനയിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, നന്നായിട്ട് അഭിനയിക്കും, നമുക്കും അറിയാം ചില അഭിനയങ്ങൾ, ഇളയച്ചനായിട്ടൊക്കെ ഒത്തിരി അഭിനയിച്ചതായിട്ട് നമുക്കറിയാമെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ അറിയാം, ഏതിലാണ് അഭിനയിച്ചത്? അത് ഞങ്ങൾക്ക് മാത്രം അറിയാമെന്നുള്ളൊരു സിനിമയിലാണ് അഭിനയിച്ചത് എന്നിങ്ങനെ കളിയാക്കി പറഞ്ഞിട്ട് അയാൾ അടുത്തേക്ക് ചെന്ന് തോളിൽ കൈവച്ചിട്ട് പറയാം, അല്ലേ ഇളയച്ച, പിന്നെ ശരിക്കും പറഞ്ഞേ ഈ അമ്മാവിന് ഇറച്ചി വെട്ടാണ് ജോലി വർഷങ്ങളായിട്ട്. അദ്ദേഹത്തിൻ്റെ കടയിൽ നിന്ന് ഇറച്ചി വാങ്ങുന്നവരാരും ഇന്നേ വരെയും കുറ്റം പറഞ്ഞിട്ടില്ല, അത്രയ്ക്ക് നല്ലതാണ് അവിടുത്തെ ഇറച്ചി എന്നൊക്കെ പറയാം. അപ്പം പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാട്ടോ. സച്ചിൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, മലക്കറിയൊക്കെ അരിയുമ്പോൾ ഇയാളുടെ മലക്കറി അരിയുന്നത് കണ്ടാൽ ഇറച്ചി വെട്ടുന്നത് പോലെയാണെന്നും ഒക്കെ എന്തൊക്കെ കള്ളത്തരങ്ങളാണ് വിളിച്ച് അങ്ങനെ അയാളോട് പറയാം, നമുക്ക് കുറച്ച് വിശദമായിട്ട് നമുക്ക് പരിചയപ്പെടണം വന്നേ എന്നും പറഞ്ഞുകൊണ്ട് വീരാനിക്കേനെ വിളിച്ച് പുറത്തോട്ട് കൊണ്ടുപോകാട്ടോ. നമുക്ക് വേറൊരു സ്ഥലത്ത് ചെന്നിട്ട് പരിചയപ്പെടാമെന്ന് പറഞ്ഞ് പുറത്തോട്ട് കൊണ്ടേ നേരെ കൊണ്ടുപോകണം. എങ്ങോട്ടാന്ന് വെച്ചാൽ സ്വന്തം വീട്ടിലേക്കാണ് കേട്ടോ. അവിടെ കോടതി കൂടാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. ഈ സമയത്ത് ശ്രുതി ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. മീരേനെ വിളിച്ച് ഭയങ്കര സന്തോഷത്തോടുകൂടി കാര്യങ്ങൾ സംസാരിക്കുകയാണ്. മീര ചോദിക്കുകയാണ്, നിനക്കെന്താടി ഇത്രത്തോളം സന്തോഷം? അതെ, ഇന്ന് ഞാൻ പോയ കല്യാണ പെണ്ണിനെ ഒരുക്കാൻ പോയിടത്തുള്ളേ പെണ്ണിൻ്റെ അമ്മാവൻ ആരാന്നറിയോ? ബീരാനിക്കായിരുന്നു. അയ്യോ, അപ്പോൾ സച്ചിയൊക്കെ അവിടെ ഇല്ലായിരുന്നു, അവർ കണ്ടില്ലായിരുന്നു എന്നൊക്കെ ചോദിക്കുക കേട്ടോ. ആരും കണ്ടില്ല, കാണാതെ ഞാൻ തടി തപ്പി എല്ലാത്തിൽ നിന്നും രക്ഷപ്പെട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇറങ്ങാൻ നേരത്തും എല്ലാവരെയും പറഞ്ഞയക്കുകയും ചെയ്തിട്ടുണ്ട്. ബുദ്ധിപരമായിട്ട് ഞാൻ കളിച്ചത് കൊണ്ട് മാത്രമാണ് ഇന്നിപ്പം ഞാനിവിടെ നിൽക്കുന്നത്. അതിൻ്റെ സന്തോഷത്തിലേ ഞാനിപ്പോൾ ഇവിടെ പായസം വയ്ക്കാൻ പോവാം, നിനക്ക് വേണമെങ്കിൽ വന്നോ എന്ന് പറയാം കേട്ടോ. എനിക്കതൊന്നും വേണ്ട, ഞാൻ എന്തായാലും പായസം വയ്ക്കാൻ പോവാം. സുധിയെ വിളിച്ചിട്ടുണ്ട്, സുധിയും വരട്ടെ, എനിക്ക് ഭയങ്കര സന്തോഷമായി ഇന്നത്തെ ദിവസം. പറഞ്ഞു തീർന്നില്ല, ദേ കാറിൽ സച്ചിയും രേവതിയും ബിരിയാണിക്കും കൂടെ വന്നിറങ്ങിയിട്ടുണ്ട് കേട്ടോ. പാവം പിടിച്ച ശ്രുതി ഇതൊന്നും അറിയുന്ന പോലുമില്ല, ഇതോടുകൂടി എല്ലാം തീരുവാണെന്നുള്ളത്. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡിജിറ്റൽ എപ്പിസോഡുമായി വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്